നമ്മൾ ആവശ്യം പോലെ സ്നേഹവും കരുണയും സഹാനുഭൂതിയും ഒക്കെ ഉള്ളവരാണോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ വീഡിയോയിലൂടെ എന്തെങ്കിലും ചാരിറ്റിയാണോ ലക്ഷ്യമിടുന്നത് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ ഉള്ളിലുള്ള സമ്പന്നനെ പറ്റിയും പാവപ്പെട്ടവനെ പറ്റിയുമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. സമ്പന്നന്റെ കയ്യിൽ നിറഞ്ഞിരിക്കുന്ന സമ്പത്ത് വാശിയും വൈരാഗ്യവും പ്രതികാര ചിന്തയും ദുഃഖഭാരവും ഒക്കെയാണ്. എന്നാൽ പാവപ്പെട്ടവനാകട്ടെ കൈമുതലായിട്ടുള്ളത് അല്പം സന്തോഷവും സമാധാനവും ക്ഷമയുമെല്ലാമാണ്. നമ്മൾ ആരെയാണ് ഇവിടെ പരിപോഷിപ്പിക്കേണ്ടത്? ഇപ്പോൾ തന്നെ കൈ നിറഞ്ഞിരിക്കുന്ന സമ്പത്തുള്ള സമ്പന്നനെയാണോ പരിപോഷിപ്പിക്കേണ്ടത്? തീർച്ചയായിട്ടുമല്ല. അല്പമെങ്കിലും കരുണയും സഹാനുഭൂതിയും നമ്മളിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ ആ സമ്പന്നനെ മറന്നു വെച്ചുകൊണ്ട് പാവപ്പെട്ടവനെ പരിപോഷിപ്പിക്കുക. സന്തോഷം അല്പമാണുള്ളതെങ്കിലും അതിനെ ആഘോഷിക്കാൻ ശ്രമിക്കുക. ക്ഷമാശീലം വളർത്തുക. പ്രതികാര ചിന്ത വെടിയുക. അങ്ങനെ സ്നേഹമുള്ളവരായി മാറുക. ആ സ്നേഹത്തിന്റെ പ്രകടനം ആദ്യം വേണ്ടത് നമ്മളോട് തന്നെയായിരിക്കണം. നന്ദി.